ഈ കണ്ണിക്കരപ്പ് നമ്മുടെ നാട്ടില് ഒരു ടവർ വരുന്ന വിവരം നമ്മൾ അറിയാൻ കഴിയുന്ന എതിർത്ത് തുടങ്ങി. ആ എതിർത്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ അതിന്റെ പ്രാരംഭ ദശകളിൽ നമ്മൾ എല്ലാ കാര്യങ്ങളിലും ബന്ധപ്പെട്ട അധികാരികൾക്ക് അറിയിക്കുകയും, പക്ഷെ അതിൽ നിന്നൊക്കെ എന്തോ ഒരു ചെറിയ ഈ അധികാരികളിൽ നിന്ന് ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ഇവിടെ ജനങ്ങളെ അറിയിക്കാതെ, ജനങ്ങളിൽ നിന്ന് യാതൊരു ചുറ്റുവട്ടത്തുള്ള ജനങ്ങളോട് സംഭവം പോലും ചോദിക്കാതെ ഈ ടവറിന് പഞ്ചായത്ത് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അനുമതി കൊടുത്തതിന്റെ പിന്നിലാണ് ഇപ്പോൾ ഈ ടവറിന്റെ ഇവിടെ പ്രവർത്തനം ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. അപ്പൊ അന്ന് ഇതിന്റെ തുടക്കത്തിലെ തന്നെ ജനങ്ങൾ ഇവിടെ വന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ബന്ധപ്പെട്ട പഞ്ചായത്തുമാർ അറിയിക്കുകയും നമ്മൾ ബന്ധപ്പെട്ട ആളുകൾ അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അത് വലിയ തീരുമാനം ഉണ്ടായിരുന്നത്. അപ്പൊ ഇവിടുത്തെ സമീപപ്രദേശം എല്ലാവർക്കും അത് മനസ്സിലാക്കി കഴിഞ്ഞ ടവർ വരില്ല എന്നായിരുന്നു. പക്ഷെ സുപ്രഭാതത്തിൽ ഹിറ്റാച്ചി വന്ന് കുഴി തോണ്ടുന്ന അവസ്ഥയിൽ നമുക്ക് അത് പിന്നെയും അറിയാൻ കഴിഞ്ഞു ഇവിടെ ടവർ വരാൻ പോകുന്നു. ആ ഹിറ്റാച്ചി വന്ന സമയം കൊണ്ട് നമ്മുടെ വരില്ല എന്ന് പറഞ്ഞ ഒരു മാസക്കാലം കൊണ്ട് ഇതിന്റെ പാട്ടക്കാരെ രജിസ്റ്റർ ചെയ്യുകയും, അതായത് ജനങ്ങളുടെ യാതൊരു അനുമതിയോ അല്ലെങ്കിൽ ജനങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാണ്ട് പഞ്ചായത്ത് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള അനുമതി കൊടുക്കുകയും ഇതിന്റെ പാട്ടക്കാരെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത് ഇപ്പോൾ ഈ അന്ന് തൊട്ട് ഈ ജനവാസികളെല്ലാം തന്നെ അതിന്റെ ഈ പ്രതിഷേധത്തിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിക്കുന്നു. അപ്പൊ നമ്മൾ ആ സമയത്ത് ഒരു ദിവസത്തെ അറിയാൻ കഴിഞ്ഞപ്പോൾ നമ്മൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചുകൊണ്ട് ആ ആക്ഷൻ കൗൺസിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞ് പഞ്ചായത്തിലേക്ക് ഒരു 100-200 ആളുകളെ, അതായത് നാട്ടുകാർ മുഴുവൻ, അതായത് സ്ത്രീകളോ കുട്ടികളോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളോ വയസ്സായവരോ ഇല്ലാതെ എല്ലാവരും പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രതിഷേധ മാർച്ച് നടത്തി. അത് ഉദ്ഘാടനം നടത്തിയത് ഈ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡേവിസ് മാഷാണ്. അന്ന് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരായ ശ്രീമാൻ ജോജു, വിജേഷ്, പ്രഭാകരൻ തുടങ്ങിയ ആളുകളും പിന്നെ ബന്ധപ്പെട്ട ഈ നാട്ടിലെല്ലാവരും പങ്കെടുത്തിരുന്നു. അപ്പൊ അന്ന് തുടങ്ങുന്ന അവിടുത്തെ പ്രതിഷേധങ്ങളിലൂടെ നമ്മൾ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുകയും നമ്മൾ മുനിസിപ്പൽ കോർട്ടിൽ ഇതിന്റെ ഈ പെറ്റീഷൻ മൂവ് ചെയ്തുകൊണ്ട് അതിന്റെ ഇഞ്ചക്ഷൻ വാങ്ങിക്കുകയുണ്ടായി. പക്ഷേ ഈ ടവറുകാര് ഈ ഹൈക്കോർട്ടിൽ നിന്ന് ഇപ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ ഏറ്റെടുത്തുകൊണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആക്ഷൻ കൗൺസിൽ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ 13-ാം തീയതി ഈ ഇവിടുത്തെ എല്ലാ ജനങ്ങളെയും, അതായത് ഈ ടവർ കൊടുത്ത ആ സ്ഥലമുടമ മാത്രം പങ്കെടുത്തിട്ടില്ല, ബാക്കി ഇവിടുത്തെ ജനങ്ങളെ മൊത്തം പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ പ്രകടനം നമ്മൾ ഈ പന്നംകുളത്തെ പ്രകടനം ഈ നാടിന്റെ ഈ ടവർ അതിർത്തിയിൽ കൂടെ നമ്മൾ നടത്തുകയുണ്ടായി. ഇപ്പോ ഈ ആക്ഷൻ കൗൺസില് ഹൈക്കോർട്ടിൽ ഇതിന്റെ ഈ ഇഞ്ചക്ഷന് വേണ്ടിയുള്ള ഫയൽ ഇന്ന് ബെഞ്ച് സ്വീകരിക്കുന്നുണ്ട്. അപ്പോ ഈ നമ്മളിപ്പോ അത് ബെഞ്ച് സ്വീകരിച്ചുകൊണ്ട് അതിനെതിരെ ഇപ്പൊ ഈ ടവറുകൾ പ്രൊട്ടക്ഷൻ കൊടുത്താലും ജനങ്ങളുടെ മനസ്സിൽ ഇപ്പൊ വേറെ ഒന്നുമില്ല. ജനങ്ങൾ ഇവിടെ പാവപ്പെട്ട ജനങ്ങളാണ്. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ ഈ സാമ്പത്തികമായിട്ടുള്ളവരല്ല. ഇപ്പൊ ഇവിടെ ചിലപ്പോൾ ഒരു 15 സെന്റ് ഭൂമിയുള്ള ഒരു വ്യക്തിക്ക് ഇവിടെ ആളുടെ മകളുടെ കല്യാണം നടക്കണമെങ്കിൽ 5 സെന്റ് ഭൂമി വിറ്റ് വേണം കല്യാണം നടത്താനായിട്ട്. അല്ലെങ്കിൽ ഒരു വീട് വെക്കണം എന്ന് ആഗ്രഹിച്ച ഒരു കൊച്ചു കൂര മാറ്റിയിട്ട് ഒരു ചെറിയ ഓടുപേരയോ അല്ലെങ്കിൽ ഒരു വാർക്കപ്പേരയോ വാങ്ങിക്കണമെങ്കിൽ ഒരു 15 സെന്റ് 5 സെന്റ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം. ഇപ്പൊ ഭൂമിക്ക് ഇപ്പൊ മേടിച്ച ഭൂമികൾക്ക് ഇപ്പൊ കൊടുക്കാവുന്ന രീതിയിൽ വിലയില്ലാത്തൊരവസ്ഥ വന്നു. ജനങ്ങൾക്ക് ഇതിന്റെ റേഡിയേഷൻ പ്രകാരം കാര്യങ്ങളെ കൊണ്ട് എല്ലാവരും ആശങ്കകുലരാണ്. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ന്യൂസുകളിൽ കൂടെ ഇത് വന്നു കഴിഞ്ഞാലുള്ള ഇതിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് നമ്മൾ ബോധന്മാരായി കഴിഞ്ഞപ്പോൾ ഞങ്ങളിതിൽ വളരെ ആശങ്കകുലരാണ്. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾ ഒറ്റക്കെട്ടായി, ഈ കണ്ണിക്കരക്കാർ ഒറ്റക്കെട്ടായി കൊണ്ട് ഇതിവിടെ വരുത്തില്ല എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഇവിടെ ഇന്ന് ഈ ടവറുകാർ വന്നാലും വിത്ത് പോലീസ് വന്നാലും ജനങ്ങൾ എപ്പോൾ വിളിച്ചാലും വിളിപ്പുറത്തായിട്ട് ഇവിടെ വീട്ടമ്മമാരുണ്ട്, ഈ വയസ്സായവരുണ്ട്, പാവങ്ങളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, സ്കൂളിലേക്ക് പോകാതെ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് വന്നുകൊണ്ട് ഇവിടെ ആളുകൾ തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരൊറ്റ ആവശ്യമുള്ളൂ, ഇതിൽ ജാതിയോ മതമോ രാഷ്ട്രീയം ഒന്നുമില്ല. ഇത് ജനങ്ങൾ ഒറ്റക്കെട്ടായി പറയുന്നു കണ്ണിക്കരക്കാർക്ക് ഈ ടവർ ഇവിടെ വേണ്ട. ഇത് ഞങ്ങൾ വേണമെങ്കിൽ ടവർ ഒരിക്കലും ഈ കണ്ണിക്കര ആക്ഷൻ കൗൺസിലിന്റെ ടവറിന് വിരോധികളല്ല. ഈ ടവർ സമീപ പ്രദേശങ്ങളിലെ ജനവാസമുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി ടവർ നിർമ്മിക്കാനായിട്ട് നമ്മൾ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ഈ ടവറുടെ ഇവിടെ വരെ എന്ന് പറയുന്നുള്ളൂ. ഈ എന്താ പറയാ, ജനവാസം കൂടുതൽ സ്ഥലത്ത് നിന്ന് മാറ്റിക്കൊണ്ട് ഈ തരിശു ഭൂമികളിലേക്ക് മാറ്റി വേണമെങ്കിൽ ഞങ്ങൾ ഈ ആക്ഷൻ കൗൺസിൽ തന്നെ അവർക്ക് അതിന്റെ പാട്ടക്കാരുടെ തീർകാശ് കൊടുക്കാൻ വരെ തയ്യാറാണ്. നമുക്ക് അത്ര പറയാനുള്ളത്. അവർക്ക് വരുന്ന ചെലവുകളിൽ ഒരു ചെറിയ പങ്ക് വേണമെങ്കിൽ ഇപ്പൊ നമുക്ക് ഹൈക്കോടതി പോകാനും ഈ ബാക്കിയുള്ള മുനിസിപ്പൽ കോർട്ടിൽ പോകാനും സബ് കോർട്ടിൽ പോകാനൊക്കെ ഞങ്ങൾക്ക് പൈസ ചെലവ് വരുന്നുണ്ട്. അത് ഈ പാവപ്പെട്ട ആളുകളുടെ അന്നത്തിൽ നിന്ന് അത് പിടിച്ചുകൊണ്ട് നമ്മൾ സമയത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇനിയുള്ള ഈ പൈസകൾ വേണമെങ്കിൽ ഞങ്ങൾ സമാഹരിച്ചുകൊണ്ട് ഈ ടവറുകാർക്ക് വേണമെങ്കിൽ വേറെ സ്ഥലം കണ്ടുപിടിച്ച് ഞങ്ങൾ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ വരെ തയ്യാറാണ്. അപ്പൊ ഈ ജനതവിടമായ സ്ഥലത്ത് നിന്ന് ഒരു അംഗനവാടിയുടെ തൊട്ടടുത്ത് ഒരു കുരിശുപള്ളിയുണ്ട്, ഒരു അമ്പലമുണ്ട്, ഒരു LP സ്കൂളുണ്ട്. അപ്പൊ ഈ ജനവാസം ഉള്ള ഈ സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ആളുകൾ കൂടുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി, അതായത് 100 ആളുകളിൽ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് മാറ്റി വേണമെങ്കിൽ പഞ്ചായത്തിന് കൊടുക്കാം. അപ്പൊ തന്നെ മാതൃഭൂമിയിൽ വന്നൊരു ഒരു ന്യൂസ് വായിച്ചു. കാരണം ഈ ഒരു ടവർ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ അതിനെ എതിർപ്പുണ്ടെങ്കിൽ ഒരു പഞ്ചായത്ത് ആ ജനങ്ങളെല്ലാം വിളിച്ചുകൂട്ടിക്കൊണ്ട് ആ ജനങ്ങളെ കൺവിൻസ് ചെയ്യിക്കുക, അതല്ലെങ്കിൽ ആ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് മാത്രം മുന്നോട്ട് കൊണ്ടുപോവുക. പക്ഷെ ഇവിടെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, കാരണം ഇവരെല്ലാവരും എതിരാണ്. അപ്പൊ അതുകൊണ്ട് ആ ജനങ്ങളുടെ ഈ പാവപ്പെട്ട ജനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട്, ഈ പാവപ്പെട്ട ജനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പഞ്ചായത്ത് ഇപ്പോൾ ഈ കൊടുത്ത
അനുമതി, അതായത് ബിൽഡിംഗ് റൂളിന് പ്രകാരം ഇവിടെ ടവർ നിർമ്മാണ പ്രവർത്തികൾക്ക് വേണ്ടി കൊടുക്കുന്ന നിർമ്മാണ പ്രവർത്തിക്ക് കൊടുത്ത ആ നിർമ്മാണ അനുമതി പിൻവലിക്കണമെന്നും, അതുപോലെ തന്നെ പഞ്ചായത്ത് ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട്, ജനപ്രതിനിധികൾ എല്ലാവരും കൂടി ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഈ സമരത്തിൽ അണിചേർന്നുകൊണ്ട്, പഞ്ചായത്തിൽ കക്ഷി ചേർന്നുകൊണ്ട് ഇവിടെ ടവർ വരാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രമേ ആക്ഷൻ കൌൺസിലിന് പറയാനുള്ളൂ. ആക്ഷൻ കൌൺസിൽ ഒരിക്കലും മൊബൈൽ ടവറിനെതിരല്ല. ജനവാസമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് മൊബൈൽ ടവർ മാറ്റി പണിയാൻ മാത്രമാണ് ഈ ആക്ഷൻ കൌൺസിൽ പറയുന്നത്. പുറത്താണെല്ലാരും വലിയ വണ്ടി കൊടുത്തില്ല, വലിയ ആള്